അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചവൻ ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മളെല്ലാവരെയും എത്തിച്ചു. ആ റമളാനിൻ്റെ ഓരോ സുന്ദരമായ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അൽഹംദുലില്ലാ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ പള്ളികളൊക്കെ നിറഞ്ഞു കവിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയ മഹത്തായൊരു അനുഗ്രഹമാണ് ഈ റമളാൻ. മാത്രമല്ല, ആ റമളാനിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പുണ്യമായ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും റമളാൻ 1 മുതൽ നമ്മൾ നിസ്കരിക്കുന്നു തറാവീഹ് നമസ്കാരം. ആ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് വിത്ർ നിസ്കാരം. എന്താണ് ഈ വിത്ർ നിസ്കാരം? ആദ്യം തന്നെ വിത്ർ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഞാനൊന്ന് പറയാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഒരാൾ തുടർച്ചയായി എല്ലാ ദിവസവും, റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ല വിത്ർ നിസ്കാരം, എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അപ്പോൾ റമളാനല്ല, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ വിത്ർ നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ ഫാസിഖാവൂല, തെമ്മാടിയാവൂല എന്നാണ്. ഒരു തെമ്മാടിത്തരത്തിലേക്ക് അവനിക്ക് പോകേണ്ടി വരില്ല. ഈ നിസ്കാരം അവനെ ആ ഒരു ദുസ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്, കാക്കുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ്. റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം എന്നുപോലും പറഞ്ഞ ഉലമാക്കളുണ്ട്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഓരോ ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം. ആ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പവറുള്ളത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറയുന്നു, ആ റവാത്തിബ് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്തിന്? വിത്ർ നിസ്കാരത്തിന്. ആ ഒരു അഭിപ്രായമുള്ള ആളാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഈ ഹനഫി മദ്ഹബുകാർ, അവർക്ക് നിർബന്ധമാണ് എന്ത്? ഈ വിത്ർ നിസ്കരിക്കൽ. വിത്ർ അവർക്ക് വാജിബാണ്. ഷാഫി മദ്ഹബ് പ്രകാരം അത് ശക്തിമത്തായ സുന്നത്താണ്. അപ്പോൾ വിത്ർ നിസ്കാരം അത് നമുക്ക് റമളാനിലേക്ക് മാത്രമുള്ള നിസ്കാരമല്ല, റമളാൻ അല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. എപ്പോഴാണ് അതിൻ്റെ സമയം? ഇശാ നിസ്കാരത്തിന് ശേഷം തുടങ്ങുന്നു വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. ഏതുവരെ? സുബഹി ബാങ്കിന് മുമ്പ് വരെ വിത്ർ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങാണ്. വിത്ർ നിസ്കാരം നിസ്കരിക്കൽ ഏറ്റവും അഫ്ളലായ നല്ലത് എപ്പോഴാണ്? ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാവൽ. അതായത് നമ്മൾ ഇശാ നിസ്കരിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റു, എന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു. ആ തഹജ്ജുദിനും കൂടി ശേഷം നിസ്കരിക്കലാണ് നല്ലത്. പക്ഷേ ഈ റമദാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ് പലപ്പോഴും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും അത്താഴത്തിന് എഴുന്നേൽക്കുക. അപ്പോൾ ഈ അത്താഴം കഴിക്കുമ്പോൾ വിത്ർ നിസ്കരിക്കും. അതുകൊണ്ട് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ഇശാ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് തറാവീഹ് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷമുള്ള ദുആഹ്, പിന്നെ നിയ്യത്തൊക്കെ വെക്കുന്നു, അത് കഴിഞ്ഞ് വിത്റും കൂടി നിസ്കരിച്ചിട്ട് പോവലാണ് ഏറ്റവും നല്ല രൂപം. ഒരുപക്ഷേ നമുക്ക് അത്താഴത്തിന് നമ്മൾ വൈകി എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേക്കാൻ പറ്റാതെ പോയാൽ നമുക്ക് പിന്നെ ആ വിത്ർ നിസ്കാരം നഷ്ടപ്പെടും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് എന്ത് ചെയ്യുക? നമ്മൾ തറാവീഹ് നമസ്കാരത്തിന് ശേഷം തന്നെ വിത്ർ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ വിത്ർ നിസ്കാരത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത, ഫളീലത്ത് എന്ന് പറഞ്ഞാൽ, റമദാൻ മാസത്തിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ റമദാനിൽ മാത്രം സുന്നത്തായ ഒരു കാര്യം എന്താ? അത് ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതാണ് വിത്ർ നിസ്കാരത്തിൻ്റെ ഒരു രൂപം. ഇനി വിത്ർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? അതായത് ഈ 3 റക്അത്തിനും കൂടി ഒരൊറ്റ നിയ്യത്ത്, അങ്ങനെയല്ല വെക്കേണ്ടത്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്നു, പിന്നെ 1 റക്അത്ത് നമ്മൾ നിസ്കരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി സുന്നത്തൽ വിത്രി റക്അത്തൈനി ലില്ലാഹി തആല. അതായത് വിത്രിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അതാണ് നിയ്യത്ത്. വിത്രിൽ നിന്നുള്ള 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോട് കൂടിയാണെങ്കിൽ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇത് പുരുഷന്മാർക്കും സുന്നത്തായ നിസ്കാരമാണ്, സ്ത്രീകൾക്കും സുന്നത്ത്. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമൊന്നുമല്ല, സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും സുന്നത്തായ നിസ്കാരമാണ്. അപ്പോൾ നിയ്യത്ത് ഇങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ നമ്മൾ കൈകെട്ടുക, ശേഷം വജ്ജഹത്തോതുക,
വജ്ജഹത്ത് ഓതുക, അത് കഴിഞ്ഞ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ മൊത്തം ഓതുക. ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്ക് ഓതാം. പക്ഷേ ഏറ്റവും സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അഅല ഓതലാണ്. അത് ദീർഘിച്ച സൂറത്താണ്. പല ആളുകളും ആ സൂറത്തിൻ്റെ അല്പഭാഗം അവിടെ തൊട്ട് ഓതുന്നുണ്ട്. അവിടെ ഓതിയാലും മതി. മുഴുവൻ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല. ഉസ്താദുങ്ങൾക്ക് സൂറത്തുൽ അഅല ഓതാൻ അറിയില്ല ഉസ്താദെ. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി. പ്രത്യേകം സുന്നത്തായത് സൂറത്തുൽ അഅല ഓതലാണ്. ഇതാണ് ഒന്നാമത്തെ റക്അത്ത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ നമ്മൾ വന്നു, കൈകെട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔദ് ഓതുക, സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി ഓതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് സൂറത്തുൽ കാഫിറയാണ്. അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ ഓതലാണ് രണ്ടാമത്തെ റക്അത്തിൽ സുന്നത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ഓതിക്കഴിഞ്ഞു. പിന്നെ റുക്കുവായി, സുജൂദായി. പിന്നെ നമ്മൾ അത്തഹിയ്യാത്തിലേക്ക് പോയിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത്തഹിയ്യാത്തിലിരിക്കുന്ന സമയത്ത് ആദ്യത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ഇരിക്കൂലേ, ആ രൂപത്തിലാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയ്യാത്തിലിരിക്കുന്ന രൂപത്തിലിരിക്കുക. എന്നിട്ട് സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, സലാം വീട്ടുക. കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട, നമ്മളൊന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് വീണ്ടും നിയ്യത്ത് വെക്കുക. വിത്റിൽ നിന്നുള്ള ഒരു റക്അത്ത് കൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്താ നിയ്യത്ത്? വിത്റിൽ നിന്നുള്ള ഒരു റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്നിട്ട് നമ്മൾ അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. മൂന്നാമത്തെ റക്അത്ത് നമുക്ക് സുന്നത്തായിട്ടുള്ള 3 സൂറത്താണ്. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ അതിനുശേഷമുള്ള ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തും ഓതുക. 3 സൂറത്തും നമ്മൾ ഓതി അത് കഴിഞ്ഞാൽ റുക്കൂ ചെയ്യുക, ഇല്ലാതെ പിന്നെ സുജൂദ്, പിന്നെ രണ്ടാമത്തെ സുജൂദ് അത്തഹിയാത്ത് പൂർണ്ണമായും ഓതി നമുക്ക് സലാം കിട്ടും. ഇതാണ് വിത്ർ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ രൂപം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിയ്യത്ത് നമ്മൾ പറഞ്ഞു, സൂറത്ത് പറഞ്ഞു, അതിൻ്റെ രൂപം പറഞ്ഞു. ഇനി ഉസ്താദ് ഞങ്ങൾക്ക് സൂറത്തൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രം അറിയും, മതി. ആ സൂറത്ത് മാത്രം അറിയുമെങ്കിൽ ആ 3 റക്അത്തിലും ആ സൂറത്ത് തന്നെ ഓതിയാലും മതിയാവുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് റമളാൻ പകുതി കഴിയുമ്പോൾ, അത് 15 ഒക്കെ കഴിയുന്ന സമയത്ത് ഈ വിത്ർ നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷം കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് നമുക്ക് വിശദീകരിച്ച് പറയാം. അത് റമളാനിൽ മാത്രമുള്ളൊരു സുന്നത്താണ്. എന്ത്? റമളാനിൽ പകുതിക്ക് ശേഷം വിത്ർ നിസ്കാരത്തിൻ്റെ 3-ാമത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷം കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് അത് പറയാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വിത്ർ നിസ്കരിക്കേണ്ടത്. പിന്നെ ഈ വിത്ർ നിസ്കാരത്തിന് ശേഷം പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയണം. എന്ത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. പരിശുദ്ധനായ അല്ലേ മലിക്കായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന അതിമഹത്തായ ഒരു ദിക്ർ. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ എത്രയാ നേട്ടം എന്നറിയോ? എത്രയാ നേട്ടം? ഒരിക്കലും അവസാനിക്കാത്ത നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. എന്താ പറയേണ്ടത്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഈ ഒരു ദിക്ർ അത് അള്ളാഹുവിൻ്റെ ഇസ്മും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്റിന് ശേഷം ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ എടുക്കേണ്ടത്? വിത്റിന് ശേഷം നമുക്ക് ഏത് ദുആ വേണമെങ്കിലും ചെയ്യാം, പറയാം. നമുക്കറിയാവുന്ന ദുആകളൊക്കെ നമുക്ക് ഓതാം. അതോടൊപ്പം തന്നെ ഓതൽ പ്രത്യേകം സുന്നത്തായൊരു ദിക്റാണ്. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക് എന്നുള്ള ഒരു ദുആ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ നല്ലതാണ്. അറിയാവുന്നവർക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അതുപോലെ തന്നെ അള്ളാഹുടെ ദുആ ഉണ്ടല്ലോ, പിന്നെ മലയാളത്തിൽ നമുക്ക് ദുആയിക്കാം. അപ്പോൾ ഈ ദുആ നമുക്ക് പ്രത്യേകം സുന്നത്താണ്. പിന്നെ ഈ ഒരു ദിക്ർ സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന അതിശ്രേഷ്ഠമായ ആ ഒരു ദിക്ർ വിത്ർ നമസ്കാരത്തിന് ശേഷം പറയൽ വലിയ പ്രതിഫലം നമുക്ക് വാങ്ങിത്തരുന്നതാണ്. ജീവിതത്തിൽ വലിയ ഖൈറും സന്തോഷവും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിത്ർ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിത്ർ നിസ്കരിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഈ നിസ്കാരം കൃത്യമായി, ഇനി നോമ്പിന് മാത്രമുള്ള നിസ്കാരമല്ല, നോമ്പ് കഴിഞ്ഞാലും ഈ നിസ്കാരം കൃത്യമായി നിത്യമായി ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നവീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ റമദാനിൽ ഉസ്താദെ ഒരുപാട് ഞങ്ങൾ ദിക്ർ പറയുന്നു, സ്വലാത്ത് പറയുന്നു, തസ്ബീഹ് പറയുന്നു. ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മ ഏതാണ് എന്ന് ചില ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചു. റമദാനിൽ പറയേണ്ട ഇസ്മ, ഒരു മനുഷ്യൻ റമദാൻ മാസത്തിലെ ളുഹർ നമസ്കാരത്തിന് ശേഷം മനസാന്നിധ്യത്തോടുകൂടി അവൻ 11 പ്രാവശ്യം ഒരു ഇസ്മ പറഞ്ഞാൽ, ഏതാണ് ആ ഇസ്മ? യാ ഖുദ്ദൂസു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ. പരിശുദ്ധനായ അല്ലാഹുവേ, പരിശുദ്ധനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ ഖുദ്ദൂസു യാ അല്ലാ എന്ന ഇസ്മ 11 പ്രാവശ്യം റമദാനിൻ്റെ ഓരോ ദിവസവും ളുഹർ നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കുന്നതാണ്, അവർക്ക് കിട്ടുന്ന സമ്പത്ത് പരിശുദ്ധമാക്കുന്നതാണ്, അവൻ്റെ മക്കളെ അല്ലാഹു പരിശുദ്ധമാക്കുന്നതാണ്, അവൻ്റെ വീട് അല്ലാഹു ശുദ്ധിയാക്കുന്നതാണ്. അതായത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കുണ്ടാകും. നമ്മുടെ വീടും നമ്മുടെ മക്കളും നമ്മുടെ മറ്റ് ഇടപെടലുകൾ എല്ലാം വളരെ കൃത്യവും അതുപോലെ തന്നെ അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതുമായി മാറാൻ ഈ ഒരു ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്രയും ദിവസം പോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറന്നുപോകാതെ ളുഹർ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. ദിക്റും സ്വലാത്തും ഒക്കെ പറയാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ യാ ഖുദ്ദൂസു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കച്ചവടത്തിൽ ഖൈറുണ്ടാവാനും, അല്ല നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി മനസ്സിനും ശരീരത്തിനൊക്കെ റാഹത്തുണ്ടാവാൻ, സന്തോഷമുണ്ടാവാൻ, നരകത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാനൊക്കെ നമുക്ക് പര്യാപ്തമാകുന്ന ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ. ഇൻഷാ അല്ലാ അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ വിത്ർ നമസ്കാരത്തിൻ്റെ ധൂപവും കോലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കുടുംബാദികളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിഭാവനമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നോ അത് മുഴുവനും കരുണാവാരിധിയായ റബ്ബ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ മാസം നമുക്ക് അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ 10 നമ്മൾ ചോദിക്കുന്ന റഹ്മത്തിനെ അല്ലാഹു തരട്ടെ. രണ്ടാമത്തെ 10 ചോദിക്കുന്ന മഗ്ഫിറത്തിനെ പടച്ചവൻ തരട്ടെ. മൂന്നാമത്തെ 10 ചോദിക്കുന്ന അഫുവിനെ, മാപ്പിനെ അല്ലാഹു തരട്ടെ. നരകമോചനവും സ്വർഗപ്രവേശനവും റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോക്ക് താഴെയും റബ്ബേ എത്രയോ കമൻറ്റ്, ഇന്നത്തെ സദസ്സിൽ ദുആ ഇറക്കണേ ഉസ്താദെ, ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഉമ്മമാരാണ് ദുആ ഇറക്കാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ഇറക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യൂ. ഈ വീഡിയോ അവസാനം വരെ കാണുക. ജീവിതം മാറ്റുന്ന ഒരു അമൽ ഇന്ന് നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു നന്മ പ്രചരിപ്പിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഇത് സദഖാ ജാരിയയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങൾ അകപ്പെട്ടു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഖൈറായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ റമദാൻ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യൂ. ഈ വീഡിയോ അവസാനം വരെ കാണുക. ജീവിതം മാറ്റുന്ന ഒരു അമൽ ഇന്ന് നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു നന്മ പ്രചരിപ്പിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഇത് സദഖാ ജാരിയയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങൾ അകപ്പെട്ടു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പടച്ചവൻ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഖൈറായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ റമദാൻ പ്രയോജനപ്പെടുത്താനും അതുവഴി സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.